മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളെ ബിഗ് ബോസ് വിളിച്ചിരിക്കുകയാണ്. അനുമോൾ എന്ത് പറ്റി? അനുമോൾ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിക്കരയുകയായിരുന്നു. എന്താണ് പറ്റിയത്? എന്ത് സങ്കടമായാലും മനസ്സ് തുറന്ന് ഇവിടെ പറയുക എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ആ സമയത്താണ് അനുമോൾ പറയുന്നത്, ഇവിടെ കുറച്ച് പേർക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ ഒട്ടും താല്പര്യം അവർക്കില്ല എന്ന് പറയുന്നുണ്ട്. അനുമോൾ ബിഗ് ബോസിലേക്ക് വന്നതിൽ ഒരു ഫോക്കസ് ഇല്ലേ? ഉണ്ട് ബിഗ് ബോസ്. ഇവിടെ ഈ ഗെയിമിനെ പറ്റി നന്നായി അറിയുന്ന ആളല്ലേ? അറിയാം ബിഗ് ബോസ്. പക്ഷേ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്. നമ്മളിവിടെ വന്നിട്ട് കുറച്ച് പേരെ സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ആ സ്നേഹിച്ച ആൾക്കാർ തന്നെ നമ്മുടെ ശത്രുക്കളായി മാറുമ്പോൾ അതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ പൊട്ടിക്കരയുകയാണ്. അനുമോൾ ആരാണ് ഇങ്ങനെ കരയിപ്പിച്ചത്? അതെനിക്ക് പറയാൻ വയ്യ ബിഗ് ബോസ്. ഒരാളല്ല, എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടാണ് എന്നെ കരയിപ്പിക്കുന്നതെന്നാണ് അനുമോൾ പറഞ്ഞത്. ബിഗ് ബോസ്, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വോയിസ് ഒന്ന് കേൾപ്പിക്കുമോ? ഒരു 10 സെക്കൻഡെങ്കിലും കേൾപ്പിച്ചാൽ മതി. അവരൊന്ന് മോളെ നീ പിടിച്ചു നിൽക്കുന്നൊന്നും പറഞ്ഞാൽ ഞാൻ പിന്നെ ഓക്കെ ആയിക്കോളും ബിഗ് ബോസ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട്. ഞാൻ ആരോടും പറയില്ല ബിഗ് ബോസ് എൻ്റെ വീട്ടിലേക്ക് വിളിച്ച കഥ ആരോടും ഞാൻ പറയില്ല എന്ന്. പക്ഷേ ബിഗ് ബോസ് അനുമോളോട് പറയുന്നുണ്ട്, ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇതിനെക്കുറിച്ച് ഇവിടെ കുറേ റൂൾസുകളുണ്ട്. നമുക്ക് ഒരുപാട് എതിരാളികളുണ്ടാവും. 100 ദിവസം അവരെല്ലാം താണ്ടിയിട്ട് ജയിക്കുന്ന ഒരേ ഒരാളാണ് അവർ വിജയിയാവുന്നത്. അതാകണ്ടേ അനുമോൾക്കെന്ന് ചോദിക്കുന്നുണ്ട്. ആകണം ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ മനുഷ്യരാണ്, കരയാൻ തോന്നിയാൽ കരയണം. പക്ഷേ അതിനുമപ്പുറം ഇതൊരു ഗെയിമാണെന്ന് മനസ്സിലാക്കി ഫോക്കസ് ചെയ്ത് കളിക്കണം. മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം തീർന്നിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി. അതുവരെ കുറച്ചു നേരം ഇവിടെ ഇരുന്നോളൂ എന്ന് ബിഗ് ബോസ് അനുമോളോട് പറയുന്നുണ്ട്.